നമസ്കാരം. തമിഴ്നടൻ വിജയും ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന വാർത്തകളും നടി തൃഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. തമിഴ് സൂപ്പർ താരം വിജയുടെ വ്യക്തിജീവിതം വീണ്ടും വാർത്താ കേന്ദ്രമാവുകയാണ്. ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇന്നലെ നടി തൃഷയ്ക്കൊപ്പം വിജയ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. നിർമ്മാതാവ് കൽപ്പാത്തി എസ് സുരേഷിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് ഇരുവരും ഒന്നിച്ച് പങ്കെടുത്തത്. ചടങ്ങിലേക്ക് ഒരേ കാറിലെത്തിയ വിജയും തൃഷയും സമാനമായ നിറത്തിലുള്ള വസ്ത്രങ്ങളുമാണ് ധരിച്ചിരുന്നത്. വധൂവരന്മാരെ ആശംസിച്ച ശേഷം കുടുംബാംഗങ്ങൾക്കൊപ്പം ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് ഇരുവരും മടങ്ങിയത്. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇരുവരെയും കുറിച്ചുള്ള പഴയ ഊഹാപോഹങ്ങൾ ശരിയാണെന്ന തരത്തിലുള്ള കമന്റുകൾ നിറയുകയാണ്. വിജയ് തൃഷ സൗഹൃദവും വിജയുടെ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ ആരാധകർക്കിടയിൽ വ്യക്തമായ രണ്ട് ചേരിതിരിവുകളും ദൃശ്യമാണ്. വിജയെയും തൃഷയെയും അനുകൂലിക്കുന്നവർ ഈ വിഷയത്തെ കാണുന്നത് വർഷങ്ങളായുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്ന നിലയ്ക്കാണ്. ഗില്ലി, കുരുവി, ലിയോ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ച് ഇവർക്കിടയിൽ ഊഷ്മളമായ സൗഹൃദമുണ്ടെന്നത് പരസ്യമായ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തിന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിന് ഒരേ വാഹനത്തിൽ എത്തിയതിലോ ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചതിലോ അസ്വാഭാവികതയൊന്നുമില്ലെന്നും ഇവർ വാദിക്കുന്നുണ്ട്. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർക്കിടയിൽ ഇത്തരം സൗഹൃദങ്ങൾ സാധാരണമാണെന്നും ഇതിനെ വിജയുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമായി കൂട്ടിക്കുഴച്ച് തൃഷയെ ക്രൂശിക്കുന്നത് ശരിയല്ല എന്നുമാണ് ഇവരുടെ പക്ഷം. ഒരുമിച്ചുള്ള പൊതുവേദിയിലെ സാന്നിധ്യത്തെ വെറും സൗഹൃദമായി മാത്രം കാണണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. മറുഭാഗത്ത് വിജയുടെ കുടുംബജീവിതം തകരാൻ കാരണം തൃഷയുമായുള്ള ബന്ധമാണെന്ന് വിശ്വസിക്കുന്ന വിമർശകർ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. സംഗീത കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ 2021 മുതൽ തങ്ങൾ അകന്നു കഴിയുകയാണെന്നും ഒരു പ്രമുഖ നടിയുമായുള്ള ബന്ധമാണ് ഇതിന് കാരണമെന്നും സൂചിപ്പിച്ചത് പ്രധാന ആയുധമാക്കുന്നുണ്ട്. സംഗീതയും മക്കളും വിജയുടെ രാഷ്ട്രീയ കുടുംബ ചടങ്ങുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതും ഈ സാഹചര്യത്തിൽ തൃഷയ്ക്കൊപ്പം പൊതുവേദിയിൽ വിജയ് പ്രത്യക്ഷപ്പെട്ടതും വിമർശകരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. തൃഷയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്നും വിജയ് മുൻപ് ഉറപ്പ് നൽകിയിരുന്നതായും എന്നാൽ അത് ലംഘിക്കപ്പെട്ടതായും സംഗീത ആരോപിച്ച സാഹചര്യത്തിൽ ഇരുവരും ഒന്നിച്ചെത്തിയത് സംഗീതയെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് വിജയ് എതിർക്കുന്നവരുടെ പ്രധാന വാദം. സോഷ്യൽ മീഡിയയിൽ തൃഷയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജിയിൽ വിജയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സംഗീത ഉന്നയിച്ചിരിക്കുന്നത്. ഒരു പ്രമുഖ നടിയുമായുള്ള ബന്ധമാണ് തങ്ങളുടെ ദാമ്പത്യം തകർത്തതെന്നും 2021 മുതൽ തങ്ങൾ അകന്നു കഴിയുകയാണെന്നും സംഗീത ഹർജിയിൽ പറയുന്നുണ്ട്. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹേതര ബന്ധം, ക്രൂരത എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സംഗീത വിവാഹമോചനം തേടിയിരിക്കുന്നത്. ഏപ്രിൽ 20 കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ വിജയോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1999 വിവാഹിതരായ വിജയ്ക്കും സംഗീതയ്ക്കും ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ 2 മക്കളാണുള്ളത്. നിലവിൽ മക്കൾ ഇരുവരും അമ്മയ്ക്കൊപ്പമാണെന്നാണ് സൂചന. വിജയുടെ രാഷ്ട്രീയ പ്രവേശന ചടങ്ങുകളിൽ നിന്നോ കുടുംബ പരിപാടികളിൽ നിന്നോ ഇവർ പങ്കെടുക്കാത്തത് നേരത്തെ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു. വിജയ് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും സംഗീത തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഏപ്രിൽ 20 കോടതി നടപടികൾക്ക് ശേഷമേ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. എന്തായാലും വിവാദങ്ങളേറെ നിൽക്കുന്ന സമയത്ത് തന്നെ തൃഷയ്ക്കൊപ്പം വിജയ് പൊതു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. തന്നെ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള മറുപടി തന്നെയാണ് വിജയ് നേരത്തെ പൊതുവേദിയിലെ പ്രത്യക്ഷപ്പെടൽ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.